സക്കറിയ സാറേ, എല്ലാം അറിയാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനറിയാം, മുഖ്യമന്ത്രിക്കറിയാം, പി ശശിക്കറിയാം, അജിത് കുമാറിനറിയാം, എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കടത്ത് ഇവിടെ സുഗമമായിട്ട് നടക്കുന്നുണ്ട് എന്ന്. പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാം അറിയാവുന്നത് കൊണ്ടല്ലേ ഇത്രയും കാലം മറച്ചു പിടിച്ചത്, അല്ലേ? ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പ്രസ് മീറ്റിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറയുന്നത് ഓഫൻസ് അഗൻസ്റ്റ് നേഷനാണ്. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, രാജ്യദ്രോഹ കുറ്റമാണ്. നേരത്തെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരാൾ ജാമ്യത്തിന് പോയപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരുന്നു, നമ്മുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിയെ എഫക്റ്റീവെങ്കിൽ അതിനകത്ത് UAPA വരെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UAPA ഇടുന്നത് ഇവിടുത്തെ രാജ്യദ്രോഹ കുറ്റങ്ങൾക്കാണല്ലോ UAPA ഇടുന്നത്. ഇപ്പം 1968 സർക്കുലർ നമ്പർ 83/1968 അത് D5 സെക്ഷനിൽ നിന്ന് ഇറങ്ങിയാണ്. റെഫറൻസ് നമ്പർ 22-516 1968 10/4/68 ഇറക്കിയാണ്. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലുണ്ടാകുന്ന എല്ലാ സ്മഗ്ലിംഗ് കേസുകളും CBIയുടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് എക്കണോമിക് ഒഫൻസ് വിങ് CBI രാമകൃഷ്ണപുരം ന്യൂഡൽഹിയിൽ അറിയിക്കണം. നമ്മൾ നോക്കിയാൽ ഇങ്ങനെ എത്ര കേസുകൾ 68 മുതൽ നാളെ ഇതുവരെയായിട്ട് അറിയിച്ചിട്ടുണ്ട്. CBI അറിയിക്കുക എന്ന് പറയുന്നത്, കാരണം ഇൻവെസ്റ്റിഗേഷൻ അബ്രോഡ്, വിദേശത്ത് നടത്തുന്ന അന്വേഷണം നടത്തേണ്ടത് എൻ്റെ സൗകര്യമുള്ളത് CBI ആണ്. നമുക്കറിയാം, കേരള പോലീസ് വല്ലപ്പോഴും പോയി വല്ല പ്രതിയെ വല്ലതും കിട്ടി എക്സ്ട്രഡിക്ഷൻ നടത്തി വരുന്ന പ്രതിയെ പോയി കൊണ്ടുവരുന്നതല്ലാതെ നമ്മളൊന്നും വിദേശത്ത് പോകുന്നില്ല. വിദേശത്ത് പോകാനുള്ള ഏജൻസി മാത്രമല്ല, CBI ആണ് ഇന്റർപോളിന്റെ നോഡൽ ഏജൻസി. അപ്പം അന്താരാഷ്ട്ര പോലീസിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്കാണ് കൂടുതൽ ചെയ്യാവുന്നത്. CBI ഇവിടെ ഈ കേസ് അന്വേഷിക്കാൻ വന്നപ്പോൾ നമ്മുടെ കേരള സർക്കാർ അനുവദിച്ചില്ല. ലൈഫ് മിഷൻ കേസിനോട് ഒപ്പം പിന്നെ ഈ കേസ് അന്വേഷിക്കാൻ CBI തടഞ്ഞു. എന്തിന് നമ്മൾ CBI തടയണം? CBI രാജ്യത്തെ ഇൻവെസ്റ്റിഗേഷന്റെ പ്രീമിയർ ഏജൻസി അല്ലേ. അവർക്കല്ലേ വിദേശത്ത് പോയി ചെയ്യാൻ പറ്റുള്ളൂ അന്വേഷണം പ്രോപ്പറായിട്ട്. മാത്രമല്ല, നമ്മൾ CBI വന്ന് നമ്മൾ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കണം. ഈ 68 83/1968 എന്ന് പറയുന്ന സർക്കുലറിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ തടയുന്നു? നമുക്ക് തടയേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന ആ വാക്കുകൾ ആത്മാർത്ഥമുള്ള വാക്കുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? CBI വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം ചെയ്തു കൊടുക്കുക. അവർക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസ്, ഇപ്പം പൊതുവെ ഇടയ്ക്കൊക്കെ ചില പ്രധാനപ്പെട്ട മർഡർ കേസൊക്കെ വരുമ്പോൾ CBIക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാം കൊടുക്കുക. അവർക്ക് വണ്ടി കൊടുക്കും, പിന്നെ സപ്പോർട്ടീവ് സ്റ്റാഫും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പോലീസുകാരെ കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കൂടെ വന്ന സമയത്ത് അവരെ അന്വേഷിക്കാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് VG അരുൺ സാറ് അവരെ പിന്നെ ലൈഫ് അന്വേഷിച്ചോട്ടെന്ന് പറഞ്ഞു. അങ്ങനല്ല, പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്, അവർക്കാണ് വിദേശത്ത് നടത്താവുന്നത്. അവരെ നമ്മൾ അനുവദിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു സംശയം വരും. ഈ സംശയം വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരം എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തിന് OR നമ്പർ 7/2020 അതിൽ 5/7 30 കിലോ സ്വർണം പിടിക്കുന്നത്. അതിന് 14.82 crores വില ഉണ്ടായിരുന്നു. അത് OR നമ്പർ 7/2020 പ്രകാരം 6/7 കൊച്ചിയിൽ കേസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രകുമാർ, IRS കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഹെഡ്ക്വാർട്ടർ, അദ്ദേഹം നോട്ടീസ് കൊടുത്തു. സെക്ഷൻ 114 അതുപോലെ 13 ഓഫ് FEMA ആക്ടും പ്രകാരം ഇതിലെ പ്രതികൾക്കെല്ലാം കൊടുത്തിട്ട് അതിനകത്ത് ശ്രീമതി R ലത, അസിസ്റ്റന്റ് കമ്മീഷണർ കസ്റ്റംസ് പ്രോസിക്യൂഷൻ സെൽ കസ്റ്റംസ് പ്രിവന്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി, കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അണ്ടർ സെക്ഷൻ 137 read with 135 of the Customs Act 1962, read with section 191A and 200 of CRPC 1973 പ്രകാരം കൊച്ചിയിലെ പിന്നെ അഡീഷണൽ CJM കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ഷീറ്റിനകത്ത് അവർ കൊടുത്ത ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ അവസാനം പിടിക്കുന്നതാണ്, നമ്മുടെ മുമ്പിൽ എത്തുന്നതാണ് ഈ 30 കിലോ 30.245 കിലോ പിടിക്കുന്നുണ്ട്. അതിന് മുമ്പോട്ടുള്ളത് ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വന്നത് വെച്ചും പ്രതികളെ ക്വസ്റ്റ്യൻ ചെയ്തതെന്നും
അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് 167.06 kg അത്രയും പിന്നെ മൊത്തം കടത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ 30.245 കുറച്ച് കഴിയുമ്പോൾ 136,815 കിട്ടാനുണ്ടെന്ന് കൊച്ചിയിലെ എക്കണോമിക് ഒഫൻസ് കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് പിടിക്കുമെന്ന് കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കസ്റ്റംസ് ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ ചാർജ് കൊടുത്തത് 2022 ഓഗസ്റ്റ് 18-നാണ്. അപ്പം 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ടും ബാക്കി സ്വർണം പിടിക്കാനായിട്ട് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്കറിയാം, പിന്നെ ഈ ഉള്ള 136 കിലോ സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിന്റെ അടിയിൽ കുഴി കുഴിച്ചിട്ടൊന്നും അവിടെ കുഴിച്ചു വെച്ചിട്ടില്ല. ആ എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ എയർപോർട്ട് ഇമിഗ്രേഷനിൽ വർക്ക് ചെയ്താണ് 99 നെടുമ്പാശ്ശേരിയിൽ. കടത്തുന്നവരെല്ലാം പുറത്ത് കൊണ്ടുവരും. അതിന് പല മാർഗങ്ങളുണ്ട്. അതിന് ഉദ്യോഗസ്ഥന്മാർ കസ്റ്റംസിലും ഒക്കെ ഉള്ളവർ അതിന് കൂട്ടുനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ പറയുന്ന സ്വർണം അവിടെ കുഴിച്ചു വെച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഈ കരിപ്പൂരിലെ സ്വർണം പിടിച്ചത് നല്ലത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്നുള്ള മൊത്തം 147 കിലോ സ്വർണം കേരളത്തില് 3 വർഷം 2022, 23, 24 185 കേസുകളിലായിട്ട് 147.79 കിലോ. ഇല്ല, പോലീസ് സ്വർണം പിടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച പ്രധാന ആരോപണം എന്ന് പറയുന്നത്, അതായത് ഈ കസ്റ്റംസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട്, കേരള പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞുകൊണ്ട് ഒരു നാടകം, അത് പൊളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കസ്റ്റംസുകാർക്ക് വിഹിതം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇതിൽ നല്ലൊരു വിഹിതം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ശശിയും അജിത് കുമാറും അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടാണ്, അവരാണ് ഇതൊക്കെ ഏകോപിപ്പിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് പിണറായി വിജയനും ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവുമല്ലോ. അർഹമായിട്ടുള്ള വിഹിതം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവുമല്ലോ, അല്ലേ? അല്ല ശ്രീ അനിൽ, ഞാൻ അതിലേക്ക് വന്നോട്ടെ. ഞാൻ നന്നായിരിക്കും. പെട്ടെന്ന് പറയാം. 124 കിലോ പിന്നെ മലപ്പുറത്തു നിന്നാണ് പിടിച്ചു എന്ന് പറയുന്നത്. 147, 124. പക്ഷെ നമുക്കറിയാം ഈ കൊടുവള്ളി ടീമൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് വരുന്ന പലതും അത് വയനാടും പിന്നെ അതുപോലെ കൊടുവള്ളി, കണ്ണൂരൊക്കെ പോകാം. കൊടുവള്ളി ടീമൊക്കെയാണല്ലോ ഫണ്ട് ചെയ്യുന്നത്. ഇപ്പൊ കാരാട്ട് റസാക്ക്, അയാളൊരു സ്വർണ്ണക്കടത്തുകാരനാണെന്ന് അറിയാം. അയാളുടെ സഹോദരൻ അതൊരു സ്വർണ്ണക്കടത്ത് ഫാമിലിയാണ്. അവരുടെ അവരുടെ എല്ലാ സഹായവും ഇവർ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. വ്യക്തമല്ലേ അത്? ഇപ്പം നോക്കൂ, ഈ PV അൻവറിന് പോലും എങ്ങനെയാണ് സീറ്റ് ലഭിക്കുന്നത്? അതും പണം കൊടുത്ത് വാങ്ങിയതല്ലേ അൻവർ. അപ്പോൾ അൻവർ ഇനിയും വാ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പലതും പുറത്തു വരും. ഈ പാർട്ടിക്ക് അറിയാത്തതാണോ? പിണറായി വിജയൻ അറിയാത്തതാണോ? ഇവരുടെയൊക്കെ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം, അതുപോലെ സ്വർണ്ണക്കടത്ത് നടത്തിയുള്ള ആ ഒരു പരിചയം, മുൻ പരിചയം, ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടല്ലേ ഈ കൊള്ളക്കാരെയും അതുപോലെ ഈ ക്രിമിനലുകളെയും ഒക്കെ നെഞ്ചിലേറ്റി നടന്നത്, കൂടെ കൊണ്ട് നടന്നത്. ഒരു സുപ്രഭാതത്തിൽ അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അതായത് കൃത്യമായിട്ട് അയാൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, തെളിവ് സഹിതം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ അൻവർ കൂടുതൽ പറഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അകത്താകും എന്നൊക്കെയുള്ള ഭീതി കൊണ്ടായിരിക്കാം ഒരുപക്ഷേ. മുഖ്യമന്ത്രിയാണെങ്കിൽ മനുഷ്യനാണല്ലോ, ഭയം ഉണ്ടാവുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നത്. അൻവറിനെ സ്വർണ്ണക്കടത്തുകാരനാക്കിയതുകൊണ്ട് അവിടെ പ്രശ്നം തീരുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് അൻവർ ആവശ്യപ്പെട്ട ഈ അന്വേഷണം നടത്തുന്നില്ല? അൻവർ എന്താ ആവശ്യപ്പെട്ടത്? ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഈ കേസുകൾ അന്വേഷിക്കണമെന്നല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അൻവർ പറയുന്നുണ്ട്, അഥവാ ഞാൻ കള്ളക്കടത്തുകാരനാണെങ്കിൽ എന്നെയും പിടിച്ചോളൂ, എന്നെയും ചോദ്യം ചെയ്തോളൂ, ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. ആ വെല്ലുവിളിയല്ലേ ഏറ്റെടുക്കേണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ? അല്ല, തീർച്ചയായിട്ടും 2020 തിരുവനന്തപുരം എയർപോർട്ടിലെ 136.815 36.815 കിലോ സ്വർണം ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ 137.79 മറ്റുള്ള എയർപോർട്ടിൽ നിന്ന് പിടിച്ചത് ശരിക്കും അഭിനന്ദനാർഹമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് ഉരുക്കുണ്ട്. ഈ സ്വർണം പിടിച്ചിട്ട് പൗഡറായിട്ടും ലിക്വിഡായിട്ടും വരുന്നതൊക്കെ പോലീസ് എന്തിനായി ഉരുക്കാൻ പോകുന്നത്? പോലീസ് പിടിച്ച അന്നേരം കസ്റ്റംസിന് ട്രാൻസ്ഫർ ചെയ്യുക. കാര്യം ഈ കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആക്ട് ആണ്. ആ സ്പെഷ്യൽ ആക്ട് പ്രകാരം അവരാണ് ചെയ്യേണ്ടത്. ഇത് പോലീസ് ഉരുക്കിയിട്ട് 102 CRP സ്റ്റോളൻ പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞ് പോലീസ് എന്തിനാ ഇതിനിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? പോലീസിന്റെ ജോലിയല്ല. ഞാൻ എൻ്റെ പ്രൊബേഷൻ പീരീഡിൽ തന്നെ പിടിച്ച ഒരു കസ്റ്റംസ് ആക്ടിലെ
ആക്ട് സാധനം അതിനകത്തെ മെറ്റീരിയൽ ഓബ്ജക്റ്റ് കൊണ്ടു കൊടുത്ത കസ്റ്റംസിനാണ്. കസ്റ്റംസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡറിൽ ഇതിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഉരുക്കാൻ പോകുന്നത് ഇതിന്റെ പുറകിലുള്ള പോലീസിന്റെ അതീവ ജാഗ്രതയും 68 സർക്കുലറും പ്രകാരം ഇത് CBI അറിയിക്കണമെന്നും CBI കേസുകൾ അന്വേഷിക്കാൻ ഏർപ്പെടുത്താതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ തലച്ചോറുള്ള, വീണ്ടും പറയുന്നു, തലയ്ക്കകത്ത് തലച്ചോറുള്ള എല്ലാവർക്കും സംശയമുണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ.